ശ്രീമദ് ഭഗവത്ഗീത സുദർശനം ഭാഷാഭാഷ്യം പ്രഭാഷണ പരമ്പരയുടെ 25-ാം ഭാഗത്തിലേക്ക് നിങ്ങളേവർക്കും ഹാർദമായ സ്വാഗതം. ഗീത 2-ാം അധ്യായമായ സാഖ്യയോഗത്തിലെ സ്ഥിതപ്രജ്ഞ ലക്ഷണം വിവരിക്കുന്ന ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ആദർശ മനുഷ്യൻ്റെ പ്രകൃതം എന്താണെന്ന് വരച്ചു കാട്ടുന്ന 55 മുതൽ 72 വരെയുള്ള 18 ശ്ലോകങ്ങളിൽ 65-ാം ശ്ലോകം വരെ കഴിഞ്ഞ ഭാഗങ്ങളിൽ ചർച്ച ചെയ്തു കഴിഞ്ഞു. 66 മുതൽ 72 വരെയുള്ള ശ്ലോകങ്ങളെയാണ് ഈ ഭാഗത്തിൽ വിശകലനം ചെയ്യാൻ പോകുന്നത്. സ്ഥിതപ്രജ്ഞനായ വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന അർജുനന്റെ ചോദ്യത്തിനുള്ള ഉത്തരമായാണ് കൃഷ്ണൻ ഈ വർണ്ണനകൾ നടത്തുന്നതെന്ന് മുൻപ് പറഞ്ഞിരുന്നു. വിഷയസുഖങ്ങളിൽ ആകൃഷ്ടരായി മനുഷ്യർ ആത്മമഹിമയിൽ നിന്നും ആത്മനാശത്തിലേക്ക് പതിക്കുന്നത് എങ്ങനെയാണെന്ന് 62ഉം 63ഉം ശ്ലോകങ്ങളിലൂടെ വിവരിച്ചിട്ട് ആത്മാവിന് അല്ലെങ്കിൽ ബുദ്ധിക്ക് വശപ്പെട്ടു നിൽക്കുന്ന ഇന്ദ്രിയങ്ങൾ കൊണ്ട് വിഷയസുഖങ്ങളെ പരിമിതമായി അനുഭവിച്ചാൽ അത് മനഃപ്രസാദത്തെ പ്രാപിക്കാൻ ഉതകുമെന്നും മനഃപ്രസാദത്തിലൂടെ എല്ലാ ദുഃഖങ്ങളുടെയും നാശം സംഭവിച്ച് പ്രസന്നചിത്തൻ്റെ ബുദ്ധി സുപ്രതിഷ്ഠിതമായി തീരുമെന്നും ആണ് 65-ാം ശ്ലോകം വരെ വിവരിച്ചത്. ഇനി 66 മുതലുള്ള ചില ശ്ലോകങ്ങളെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം. നാസ്തി ബുദ്ധിരയുക്തസ്യ നചായുക്തസ്യ ഭാവന നചാഭാവയത ശന്തിര അശാന്തസ്യ കുതഃ സുഖം. അർത്ഥം, ഇന്ദ്രിയങ്ങളെ വശത്താക്കാത്തവന് സമബുദ്ധിയില്ല, ഏകാഗ്രതയുമില്ല. ഏകാഗ്രതയില്ലാത്തവന് ശാന്തിയില്ല, ശാന്തിയില്ലാത്തവന് എവിടെയാണ് സുഖം? ശ്ലോകം 67. ഇന്ദ്രിയാണാം ഹി ചരതാം യന്മനോനുവിധീയതേ തദസ്യ ഹരതി പ്രജ്ഞാം വായോർനാവമിമാം ഭസി. അർത്ഥം, വിഷയങ്ങളിൽ ചരിക്കുന്ന ഇന്ദ്രിയങ്ങൾക്ക് ഏതൊരുവന്റെ മനസ്സ് കീഴ്പ്പെടുന്നുവോ ആ മനസ്സ് അവന്റെ ബുദ്ധിയെ കാറ്റ് വെള്ളത്തിലിറക്കിയ തോണിയെ എന്ന പോലെ വലിച്ചു കൊണ്ടുപോകുന്നു. ശ്ലോകം 68. തസ്മാദ്യസ്യ മഹാബാഹോ നിഗൃഹീതാനി സർവശഃ ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഭ്യ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. അർത്ഥം, അതുകൊണ്ട് ഏതൊരുവന്റെ ഇന്ദ്രിയങ്ങൾ എല്ലാ വിഷയങ്ങളിൽ നിന്നും നിശേഷം പിൻവലിക്കപ്പെട്ടിരിക്കുന്നുവോ അവന്റെ പ്രജ്ഞ പ്രതിഷ്ഠിതമായിരിക്കുന്നു. ഈ ശ്ലോകങ്ങളുടെ താല്പര്യം നമുക്കൊന്ന് നോക്കാം. ഇന്ദ്രിയങ്ങളെ വശത്താക്കിയവന്റെ ബുദ്ധി ഇളകാതെ സ്ഥിരമായി സമമായി, അതായത് ഇക്വിപ്പോയിസ്ഡ് നിൽക്കുന്നതിനാൽ ഒന്നിനോടും തന്നെ അവന് ആസക്തിയോ വിരക്തിയോ തോന്നുന്നില്ല. സമബുദ്ധി കാരണമായി മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തുവാനും കഴിയുന്നു. ഏകാഗ്രത ശാന്തതയിലേക്കും ശാന്തത സമാധാനത്തിലേക്കും സമാധാനം സുഖത്തിലേക്കും നയിക്കുന്നു. അതായത് സമബുദ്ധിയിൽ നിലകൊള്ളുന്നവനെ നിയന്ത്രിതമായ രീതിയിൽ വിഷയസുഖങ്ങളെ അനുഭവിച്ച് സുഖമായി ജീവിക്കാൻ കഴിയുന്നതാണെങ്കിൽ ബുദ്ധി ഉപയോഗിക്കാതെ ഇന്ദ്രിയ മനോതലങ്ങളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുവൻ സംഘർഷഭരിതമായ ജീവിതം നയിച്ച് ആത്മനാശത്തെ വരിക്കാൻ വിധിക്കപ്പെടും എന്നർത്ഥം. ഇന്ദ്രിയാരാമന്റെ മനസ്സ് സ്വബുദ്ധിയെ നങ്കൂരമില്ലാതെ കിടക്കുന്ന തോണിയെ കാറ്റ് അവിടെയും ഇവിടെയും വലിച്ചു കൊണ്ടുപോയി നശിപ്പിക്കുന്നത് പോലെ നശിപ്പിക്കുമത്രേ. ബുദ്ധിനാശാത് പ്രണശ്യതി, അതായത് ബുദ്ധി നശിച്ചാൽ ആത്മനാശം ഫലം എന്ന് ശ്ലോകം 63 പറഞ്ഞിട്ടുള്ളത് നമ്മൾ ചർച്ച ചെയ്തതുമാണ്. ഈ പറഞ്ഞതിൽ നിന്നും ഇന്ദ്രിയങ്ങളെ നിയന്ത്രണത്തിലാക്കുന്നതോടെ ജീവിതം തന്നെ നിയന്ത്രണ വിധേയമായി സമാധാനവും സംതൃപ്തിയും കൈവരിക്കാം എന്ന് വരുന്നു. ഇന്ദ്രിയ നിയന്ത്രണത്തിലൂടെ സ്ഥിരബുദ്ധിയും തദ്വാര സൗഖ്യവും കൈവരിക്കാൻ ഭഗവത്ഗീത മുന്നോട്ട് വെക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ മുൻപ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിപ്രകാരമാണ്: നമ്മുടെ നൈസർഗികമായ കഴിവുകളുടെ അടിസ്ഥാനത്തിൽ സ്വധർമ്മം എന്താണെന്ന് തിരിച്ചറിയുക, അതിൻ പ്രകാരം ചെയ്യാവുന്ന ഒരു ഉത്കൃഷ്ടമായ കർമ്മത്തെ ലക്ഷ്യം വെക്കുക,
ആ ലക്ഷ്യം നേടാനായി നിസ്വാർത്ഥമായി സമർപ്പിത തേജസ്സോടെ അക്ഷീണമായി പരിശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇന്ദ്രിയപ്രേരിതമായ അനാവശ്യ ചിന്തകളിൽ നിന്നും വിട്ടകന്ന് മനസ്സ് ഏകാഗ്രമാകും. സ്വധർമാചരണമാകുന്ന തീയിൽ വാസനാമാലിന്യങ്ങൾ എരിഞ്ഞ് ശുദ്ധീകരിക്കപ്പെടുന്നതോടെ മനസ്സ് സമബുദ്ധിയെ പ്രാപിക്കും. സമബുദ്ധിയിൽ നിന്നും സമാധാനവും സംതൃപ്തിയും ശാന്തിയും സൗഖ്യവും കൈവരും. ഇങ്ങനെ നിസ്വാർത്ഥമായും ഏകാഗ്രമായും ചെയ്യപ്പെടുന്ന കർമ്മത്തിൻ്റെ ഉത്പാദനക്ഷമത, അതായത് പ്രൊഡക്ടിവിറ്റി, വളരെ വലുതാണെന്നതിനാൽ അത് സമൂഹത്തിൻ്റെയും ലോകത്തിൻ്റെ തന്നെയും ക്ഷേമത്തിന് കാരണമായി തീരുന്നു. ഭഗവത്ഗീതയുടെ മഹനീയമായ സന്ദേശമാണിത്. പക്ഷേ മതനിരപേക്ഷമായ ഈ മഹനീയ ആശയത്തെ അറിഞ്ഞോ അറിയാതെയോ ആളുകൾ വളച്ചൊടിച്ച് ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെയായി കൂട്ടിക്കുഴച്ച് ഭഗവത്ഗീതയെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് കാണുന്നുണ്ട്. ഇത് ദൗർഭാഗ്യകരമാണെന്നേ പറയുവാനുള്ളൂ. കാരണം ഗീത അങ്ങനെയൊന്നും ഉദ്ദേശിക്കുന്നതായി നമുക്ക് ഈ ശ്ലോകങ്ങളെ വ്യാഖ്യാനം ചെയ്തുകൊണ്ട് പറയാൻ കഴിയില്ല. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് മാത്രമാണ് ഗീത പറയുന്നത്. എങ്ങനെയാണ് ഒരു ആദർശ മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിക്കേണ്ടതെന്ന് മാത്രമേ ഇത് പറയുന്നുള്ളൂ. ഇവിടെ ഒരു വിധത്തിലും മതമോ ജാതിയോ വർണ്ണമോ ഒന്നും ഈ മാതിരി ശ്ലോകങ്ങൾ കടന്നുകൂടുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നില്ല. യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമീ യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേ. അർത്ഥം, യാതൊന്ന് സർവപ്രാണികൾക്കും രാത്രിയായിരിക്കുന്നുവോ അവിടെ ജിതേന്ദ്രിയൻ ഉണർന്നിരിക്കുന്നു. ഏതൊരു വിഷയാനുഭവത്തിൽ സർവപ്രാണികളും ഉണർന്നിരിക്കുന്നുവോ അത് സത്യദർശിയായ മുനിക്ക് രാത്രിയാകുന്നു. ഇത് വളരെ കാവ്യാത്മകവും അർത്ഥപൂർണവും അതുകൊണ്ട് തന്നെ ചിന്തനീയവുമായ ഒരു ഗീതാശ്ലോകമാണ്. എന്താണ് ഇവിടെ പറയുന്നത്? ഒരു കൂട്ടർക്ക് രാത്രിയായി, അതായത് ഇരുട്ടായി തോന്നുന്നത് മറ്റൊരു കൂട്ടർക്ക് പകലായി, അതായത് വെളിച്ചമായി അനുഭവപ്പെടുന്നു അത്രേ. ഇവിടെ ഉദ്ദേശിക്കുന്ന താത്വിക തലത്തിലല്ലെങ്കിലും നമ്മുടെ സാധാരണ ജീവിതത്തിലും ഈ പറഞ്ഞത് ശരിയാണെന്ന് നമുക്ക് കാണാം. നമുക്ക് വളരെ ഇഷ്ടമുള്ളതും സന്തോഷദായകവുമായ ഒരു കാര്യം മറ്റൊരു കൂട്ടർക്ക് തീരെ ഇഷ്ടമല്ലാത്തതും വെറുപ്പ് ഉളവാക്കുന്നതുമാണെന്നതിന് നമുക്ക് എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും പറയാവുന്നതാണ്. ഒരേ വിഷയത്തെ തന്നെ രണ്ട് കൂട്ടർ നേർ വിപരീത ദിശകളിൽ നോക്കിക്കാണുന്നു എന്ന് പറയുമ്പോൾ വിഷയത്തിലല്ല, നോക്കുന്നവരുടെ മനോഭാവത്തിലാണ് വ്യത്യാസം നിലനിൽക്കുന്നത് എന്നത് സ്പഷ്ടമാണ്. ഭൗതിക സുഖങ്ങളിൽ അഭിരമിക്കുന്നവരെയും അഭിരമിക്കാത്തവരെയും കുറിച്ചുള്ള ചർച്ചയുടെ തുടർച്ചയായാണ് ഗീതയിൽ ഈ ശ്ലോകം വരുന്നതെന്നതിനാൽ പ്രതിപാദ്യ വിഷയം അതുതന്നെയാകണം. അപ്പോൾ അനിത്യമായ വിഷയസുഖങ്ങളിൽ മുഴുകി അതാണ് ആനന്ദം, അതായത് പകൽ എന്ന് കരുതിയിരിക്കുകയാണ് ചിന്താശക്തിയില്ലാത്ത മനുഷ്യർ. പക്ഷേ ഇതിൻ്റെയൊക്കെ അർത്ഥശൂന്യത ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള മുനിക്ക് ഇത് പകൽ വെളിച്ചമായല്ല, അജ്ഞാനാന്ധകാരമായി, അതായത് രാത്രിയായിട്ടാണ് അനുഭവപ്പെടുന്നത്. ആത്മജ്ഞാനത്തിൻ്റെ പകൽ വെളിച്ചത്തിൽ ആനന്ദം അനുഭവിച്ച് കഴിയുന്ന, അതായത് ഉണർന്നിരിക്കുന്ന മുനിയെ നോക്കി ലൗകിക ജീവിതം ആസ്വദിക്കാൻ കഴിയാത്ത, അറിയാത്ത പടുവിഡ്ഢിയെന്നല്ലേ ഇന്ദ്രിയാരാമന്മാർ ചിന്തിക്കുന്നത്. രണ്ടു കൂട്ടരുടെയും കാഴ്ചപ്പാടുകളിലുള്ള വ്യത്യാസമാണ് ഈ പകലും രാത്രിയും സൃഷ്ടിക്കുന്നത്. അജ്ഞനായ ഭോഗിയുടെയും വിജ്ഞനായ യോഗിയുടെയും കാഴ്ചപ്പാടുകൾ വ്യത്യാസമാണ്. അതായത് ഒരാൾക്ക് പകലായി തോന്നുന്നത് ഒരാൾക്ക് രാത്രിയായി തോന്നുന്നു. ഇത് ഒന്നും തന്നെ പകലിൻ്റെയോ രാത്രിയുടെയോ പ്രശ്നമല്ല, ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ പ്രശ്നമാണ്. എന്താണോ നമുക്കിഷ്ടപ്പെടുന്നത് മറ്റൊരാൾക്കത് ഇഷ്ടപ്പെട്ടില്ലെന്നിരിക്കും. ഒരേ കാര്യത്തിന് തന്നെ വിപരീത ഭാവങ്ങൾ, വിപരീത മാനങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്കിത് മനസ്സിലാക്കാവുന്നതാണ്. ഇത് ആ വ്യക്തി എങ്ങനെയാണ് ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാഴ്ചപ്പാടുകൾ മാത്രമാണിത്. അതല്ലാതെ വസ്തുവിനുണ്ടാകുന്ന വ്യത്യാസമല്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ശ്ലോകം 70. ആപൂര്യമാണമചലപ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തി യദ്വത് തദ്വത് കാമായം പ്രവിശന്തി സർവേ
സശാന്തിമാപ്നോതി ന കാമഗാമി. അർത്ഥം, സദാ നിറഞ്ഞുകൊണ്ടിരുന്നാലും സമുദ്രം എങ്ങനെ അക്ഷോഭ്യമായിരിക്കുന്നുവോ അതുപോലെ കാമങ്ങൾ കടന്നുകൂടുമ്പോൾ യാതൊരുവൻ അക്ഷോഭ്യനായിരിക്കുന്നുവോ അവൻ ശാന്തിയെ പ്രാപിക്കും. വിഷയാഭിനിവേശം വിടാത്തവൻ ശാന്തി നേടുന്നില്ല. ഈ ശ്ലോകത്തിൻ്റെ താല്പര്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. വിശാലമായി പരന്നു കിടക്കുന്ന സമുദ്രത്തിലേക്കാണ് ഈ നദികളും പുഴകളും മറ്റ് ചെറിയ ജല സ്രോതസ്സുകളുമെല്ലാം എത്തിച്ചേരുന്നത്. പക്ഷേ ഇത്രമാത്രം ജലം എത്തിച്ചേർന്നിട്ടും സമുദ്രജലത്തിൻ്റെ വ്യാപ്തി കൂടുന്നില്ല. സമുദ്രം എപ്പോഴും ഒരേപോലെയാണ് കാണപ്പെടുന്നത്. ഒഴുകിയെത്തുന്ന ജലം സമുദ്രത്തിൻ്റെ ഭാഗമാവുന്നു എന്നതല്ലാതെ സമുദ്രത്തിൻ്റെ നിത്യമായ ശാന്തഗംഭീരതയെ അത് ഒരു വിധത്തിലും ബാധിക്കുന്നില്ല. ഇത് വിശാലമായ എന്തിൻ്റെയും പ്രത്യേകതയാണ്. വിശാലതയുടെ ഭാഗമാകാം എന്നല്ലാതെ വിശാലതയിൽ വ്യത്യാസം സൃഷ്ടിക്കാൻ അതിലേക്ക് ചേരുന്ന ഒന്നിനും തന്നെ സാധ്യമല്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ കാര്യവും അതാണ്. വിശാല ഹൃദയമാണെങ്കിൽ ഏത് വിധത്തിലുള്ള കാഴ്ചപ്പാടുകളെയും, അത് ഇഷ്ടമുള്ളതായിക്കോട്ടെ ഇഷ്ടമില്ലാത്തതായിക്കോട്ടെ, ആ ഹൃദയം സ്വീകരിക്കും. പക്ഷേ സ്വപ്രകൃതത്തിൽ മാറ്റമുണ്ടാക്കില്ല താനും. അപ്പം സ്ഥിതപ്രജ്ഞനായ വ്യക്തിയുടെ രീതിയും ഇതായിരിക്കണം എന്നാണ് പറയുന്നത്. സ്ഥിതപ്രജ്ഞനായ വ്യക്തി ആത്മജ്ഞാനത്തിൽ അമർന്നിരിക്കുകയാൽ ഏത് ആശയത്തെയും അക്ഷോഭ്യനായി ഉൾക്കൊള്ളാൻ കഴിയുന്നവനാകും. പക്ഷേ വിഷയാഭിനിവേശം മൂലമുണ്ടാകുന്ന സ്വാർത്ഥതയിൽ മുഴുകി കഴിയുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. കാരണം അവരുടെ ഹൃദയം അത്രമാത്രം വിശാലമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളും അസ്വസ്ഥതയും അങ്ങനെയുള്ളവരുടെ കൂടപ്പുറപ്പായിരിക്കുകയും ചെയ്യും. മനഃശാന്തി അനുഭവിക്കാൻ അവന് കഴിയാതെ വരുന്നു. എന്നാൽ സ്ഥിതപ്രജ്ഞന് വിശാലമായ ഹൃദയമുണ്ട്. എന്തിനേയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഹൃദയമുള്ളത് കാരണം അവന് മനഃശാന്തി അനുഭവിക്കാനും കഴിയുന്നു. ഇനി നമുക്ക് 71-ാം ശ്ലോകം നോക്കാം. അതിങ്ങനെയാണ്: വിഹായ കാമാന്യ സർവാൻ പുമാം ചരതി നിസ്പൃഹ നിർമ്മമോ നിരഹങ്കാര സ ശാന്തിമധിഗച്ഛതി. അർത്ഥം, യാതൊരു പുരുഷൻ എല്ലാ കാമങ്ങളും വെടിഞ്ഞ് ഒന്നിലും ആഗ്രഹമില്ലാത്തവനും മമതാബുദ്ധിയും അഹന്തയുമില്ലാത്തവനുമായി ലോകത്തിൽ വർത്തിക്കുന്നുവോ അവൻ ശാന്തിയെ പ്രാപിക്കുന്നു. ഈ 71-ാം ശ്ലോകവും അടുത്തു വരുന്ന 72-ാം ശ്ലോകം, അത് ഭഗവത്ഗീത 2-ാം അധ്യായമായ സാഖ്യയോഗത്തിലെ അവസാന ശ്ലോകവുമാണ്. ഈ 71 72 ശ്ലോകങ്ങൾ സന്യാസയോഗത്തെ സംബന്ധിക്കുന്നതാണെന്നാണ് പണ്ഡിതാഭിപ്രായം. അതായത് ഈ ശ്ലോകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു സാധാരണ മനുഷ്യന് പ്രായോഗികമായി ചിന്തിക്കാൻ കഴിയുന്ന കാര്യമായിരിക്കില്ല. ഒരു ആദർശ മനുഷ്യനെ വരച്ചു കാട്ടുന്ന സ്ഥിതപ്രജ്ഞ ലക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ആധ്യാത്മിക സാധനയുടെ അവസാന ഭാഗത്ത് വരുന്ന സന്യാസത്തെയും പ്രതിപാദിക്കേണ്ടതുള്ളതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഈ സ്ഥിതപ്രജ്ഞ ലക്ഷണത്തിൻ്റെ അവസാന 2 ശ്ലോകങ്ങളായി ഈ സന്യാസ യോഗ സംബന്ധിയായ ഈ 2 ശ്ലോകങ്ങളും കൂടി വരുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. 71-ാം ശ്ലോകം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞു. ഇനി ആ 72-ാമത്തെ ശ്ലോകം കൂടി ഒന്ന് ചൊല്ലാം. എന്നിട്ട് ഈ 2 ശ്ലോകങ്ങളും കൂടി ചേർത്ത് നമുക്ക് ഒന്ന് വിശകലനം ചെയ്യാം. ശ്ലോകം 72: യേഷാ ബ്രാഹ്മീ സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാ സ്യാമന്തകാലേപി ബ്രഹ്മനിർവാണമൃച്ഛതി. അർത്ഥം, പാർത്ഥ, ഇതാണ് ബ്രഹ്മനിഷ്ഠ. ഇത് കൈവരിച്ചാൽ സംസാരാസക്തി ഉണ്ടാവുകയില്ല. അന്ത്യകാലത്തെങ്കിലും ഈ അവസ്ഥയിലെത്തിയാൽ ബ്രഹ്മനിർവാണം സിദ്ധിക്കുകയും ചെയ്യും. ഈ 2 ശ്ലോകങ്ങളുടെയും അർത്ഥം ഒരിക്കൽ കൂടി നമുക്ക് മനസ്സിലാക്കാം. 71-ാം ശ്ലോകത്തിൽ പറയുന്നത്, യാതൊരു പുരുഷൻ എല്ലാ കർമ്മങ്ങളും വെടിഞ്ഞ് ഒന്നിലും ആഗ്രഹമില്ലാത്തവനും മമതാബുദ്ധിയും അഹന്തയുമില്ലാത്തവനുമായി ലോകത്തിൽ വർത്തിക്കുന്നുവോ അവൻ ശാന്തിയെ പ്രാപിക്കുന്നു. 72-ാം ശ്ലോകത്തിൻ്റെ അർത്ഥം എന്നത്, പാർത്ഥ, ഇതാണ് ബ്രഹ്മനിഷ്ഠ. ഇത് കൈവരിച്ചാൽ സംസാരാസക്തി ഉണ്ടാവുകയില്ല. അന്ത്യകാലത്തെങ്കിലും ഈ അവസ്ഥയിലെത്തിയാൽ ബ്രഹ്മനിർവാണം സിദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ശ്ലോകങ്ങൾ ഉദ്ദേശിക്കുന്നത് മമതാബുദ്ധിയും അഹന്തയും ആഗ്രഹവും ഒന്നുമില്ലാതെ എല്ലാ കാമങ്ങളും വെടിഞ്ഞ് ശാന്തിയെ പ്രാപിച്ചുകൊണ്ട്
ബ്രഹ്മനിർവ്വാണം സിദ്ധിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ്. അതാണ് മുമ്പേ സന്യാസം എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരുപക്ഷെ ഈ ഒരു തലത്തിലേക്ക് ഒരു സാധാരണ ആധ്യാത്മിക സാധകന് എത്തിച്ചേരാൻ പ്രയാസമായിരിക്കും. എന്നാൽ വളരെ വിരളമായിട്ട് ആധ്യാത്മിക സാധനയെ വളരെ ഗൗരവമായി എടുത്ത് സന്യാസപദത്തിലേക്ക് ഉയരുന്ന മഹാത്മാക്കൾക്ക് ഇത് സാധ്യമാണ് താനും. അതുകൊണ്ട് നമുക്ക് സാധ്യമല്ലെന്നല്ല പറയേണ്ടത്, സാധാരണ മനുഷ്യർക്ക് സാധ്യമല്ല. പക്ഷേ മനുഷ്യരിൽ അസാധാരണക്കാരായ ചിലരുണ്ട്. അവർ ഈ തലത്തിലേക്കൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നവരാണ്. ആ ഉദ്ദേശിക്കുന്നവർക്ക് ആ തലത്തിൽ പോവുകയും ചെയ്യാം. അതുകൊണ്ടാണ് പറഞ്ഞത് ആദർശ തലമാണ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആദർശ തലത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് എല്ലാവർക്കും സാധ്യമാകുന്ന കാര്യമല്ല. അങ്ങനെ സ്ഥിതപ്രജ്ഞനായ യോഗിക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ആദർശ തലത്തിൻ്റെ ലക്ഷണങ്ങളാണ്, അല്ലാതെ സാധാരണ ആധ്യാത്മിക സാധകരുടെ ലക്ഷണമല്ല ഈ പറഞ്ഞതെങ്കിലും ഭഗവത്ഗീത അപ്രായോഗികമായ സന്ദേശമല്ലേ ഈ ശ്ലോകങ്ങളിലൂടെ മനുഷ്യർക്ക് നൽകുന്നതെന്ന് ചിലർക്കെങ്കിലും തോന്നാം. പക്ഷെ അങ്ങനെ തോന്നേണ്ടതില്ല. നമ്മൾ സാധാരണ മനുഷ്യരുടെ കാര്യത്തിൽ ലോകജീവിതത്തിന് ആവശ്യമായ ആഗ്രഹങ്ങളും മമതയും അഹന്തയും എല്ലാം ആകാം. പക്ഷേ അങ്ങനെയുള്ള പ്രവൃത്തികളിൽ സ്വാർത്ഥതയുടെ വിഷം കലർത്തി മറ്റു സഹജീവികൾക്കും പ്രകൃതിക്കും വിനാശകരമായി ഒടുവിൽ അത് തൻ്റെ തന്നെ ശാന്തിയെയും സുഖത്തെയും നശിപ്പിക്കുന്നതായി തീരരുത് എന്ന് മനസ്സിലാക്കിയാൽ മേലുദ്ധരിച്ച ശ്ലോകങ്ങൾ ലൗകിക ജീവിതം നയിക്കുന്നവർക്കും പ്രസക്തമാകാവുന്ന കാര്യം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ലോകത്തോടുള്ള മമതാബന്ധം ഉപേക്ഷിച്ച സ്ഥിതപ്രജ്ഞന് സംസാരാസക്തി ഒട്ടും തന്നെ തോന്നുകയില്ല. ജീവിതത്തിൻ്റെ അന്ത്യകാലത്തിലെങ്കിലും കെട്ടുകൾ അറ്റ ഈ സ്ഥിതിയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞാൽ മുക്തി ലഭിക്കുന്നതാണ്. മനുഷ്യനിലെ അഹന്ത നീങ്ങിക്കഴിയുമ്പോൾ ഉളവാകുന്ന ആത്മാനുഭൂതിയെയാണ് ബ്രാഹ്മി സ്ഥിതി അല്ലെങ്കിൽ ബ്രഹ്മനിഷ്ഠ എന്ന് 72-ാം ശ്ലോക പ്രയോഗത്തിലൂടെ ലക്ഷ്യമാക്കുന്നത്. മനുഷ്യനും ഈശ്വരനും ഇടയിലുള്ള വ്യത്യാസം ഈ അഹന്ത ഒന്ന് മാത്രമാണ്. അത് പൂർണ്ണമായി നീങ്ങിക്കഴിയുമ്പോൾ മനുഷ്യനിലെ ഈശ്വരീയത്വം പൂർണ്ണമായും വെളിപ്പെടും. ജീവിതാവസാനത്തിലെങ്കിലും അഹങ്കാരരഹിതമായ ഈ ശുദ്ധാവസ്ഥയിൽ എത്തിച്ചേരാനാണ് മനുഷ്യർ ശ്രമിക്കേണ്ടതെന്നാണ് ഭഗവത്ഗീത മനുഷ്യരെ ഓർമ്മിപ്പിക്കുന്നത്. ഭഗവത്ഗീതയുടെ സംക്ഷിപ്ത രൂപമെന്ന് പറയപ്പെടുന്ന 2-ാം അധ്യായം സാഖ്യയോഗം ഈ 72-ാം ശ്ലോകത്തോടു കൂടി സമാപിക്കുകയാണ്. ഈ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളെ ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ചർച്ച ഇവിടെ നിർത്താമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ധർമ്മയുദ്ധം ചെയ്യാൻ കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെത്തിയ അർജുനനെ സ്വജനപ്രേമവും നരകാദി ഭയങ്ങളും യുദ്ധപരാജയഭീതിയും എല്ലാം കൂടി തളർത്തി വിഷാദചിത്തനാക്കി കർമ്മവിമുഖനാക്കിയതും യുദ്ധം ചെയ്യാതിരിക്കാനായി അർജുനൻ പല വാദമുഖങ്ങളും നിരത്തിയതും നാം കണ്ടു കഴിഞ്ഞു. അത് 1-ാം അധ്യായത്തിലെ വിഷയം അതായിരുന്നു. ഇതിന് താത്വികവും പ്രായോഗികവുമായ ഉത്തരങ്ങൾ നൽകി ഖണ്ഡിച്ചുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ അർജുനനിലെ വിഷാദഭാവത്തെ അകറ്റി യുദ്ധോത്സുകനാക്കാൻ പ്രേരിപ്പിച്ചത്. അത് ഈ 2-ാം അധ്യായത്തിലെ വിഷയമായിരുന്നു. അർജുനൻ്റെ വിഷാദരോഗത്തിലുള്ള കൃഷ്ണചികിത്സയിൽ മനുഷ്യനെന്നാൽ ആത്മാവാണെന്നും ആത്മാവ് അനശ്വരമാണെന്നും അതിനെ ആർക്കും തന്നെ നശിപ്പിക്കാൻ കഴിയില്ലെന്നും അതിനാൽ അർജുനനും ആരെയും കൊല്ലാൻ പോകുന്നില്ലെന്നും കൃഷ്ണൻ സമർത്ഥിച്ചു. ആത്മാവല്ല, അതിനെ ആവരണം ചെയ്തു നിൽക്കുന്ന നശ്വരമായ ജഡശരീരം മാത്രമാണ് കൊല്ലപ്പെടുന്നതെന്നും ബുദ്ധിമാന്മാർ അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാറില്ലെന്നും കൃഷ്ണൻ അർജുനനെ ഉപദേശിച്ചു. തുടർന്ന് ആത്മസാക്ഷാത്കാരമാണ് മനുഷ്യർ ലക്ഷ്യം വെക്കേണ്ടതെന്നും അതെങ്ങനെ സാധ്യമാക്കാമെന്നും ഭഗവാൻ അർജുനന് വിശദീകരിച്ചു കൊടുത്തു. സ്വധർമ്മപ്രകാരമുള്ള കർമ്മങ്ങൾ നിഷ്കാമമായി ചെയ്യുന്നതിലൂടെ മനസ്സിലെ വാസനാമാലിന്യങ്ങൾ അകലുമെന്നും അങ്ങനെ ചിത്തശുദ്ധി നേടിയവർ ആത്മവിചാരത്തിനും ധ്യാനാഭ്യാസങ്ങൾക്കും അർഹത നേടി തദ്വാര മനുഷ്യജന്മത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമായ മോക്ഷത്തെ പ്രാപിക്കുമെന്നും കൃഷ്ണൻ അർജുനനെ ഉപദേശിച്ചു. ക്ഷത്രിയ യോദ്ധാവായ അർജുനൻ രാജ്യരക്ഷയ്ക്കായി സ്വധർമ്മമായി യുദ്ധം ചെയ്യേണ്ടത് ആവശ്യമാണെന്നും അങ്ങനെ ബാധ്യസ്ഥമായ കർമ്മം ചെയ്യുന്നതിലൂടെ മാത്രമേ കർമ്മവാസനകൾ ക്ഷയിച്ച് ഈശ്വര സാക്ഷാത്കാരം സാധ്യമാകുകയുള്ളൂ എന്നും കൃഷ്ണൻ അർജുനനെ ഉപദേശിച്ചു. സാഖ്യബുദ്ധിയിലൂന്നിയ സാഖ്യയോഗം പോലെ യോഗബുദ്ധിയിലൂന്നിയ കർമ്മയോഗവും സാധകനെ ആത്മസാക്ഷാത്കാരത്തിന് അർഹനാക്കാനുള്ള മാർഗമാണെന്നും കൃഷ്ണൻ പറഞ്ഞിരുന്നു. ഈ താത്വികോപദേശങ്ങളുടെ അവസാന ഭാഗമായാണ്
സമ്പൂർണമായ സത്യസാക്ഷാത്കാരത്തിലെത്തി നിൽക്കുന്ന സ്ഥിതപ്രജ്ഞന്റെ കാര്യം കൃഷ്ണൻ അർജുനനോട് സൂചിപ്പിച്ചത്. ഇതിൽ താല്പര്യം തോന്നി ദൈവീ സമ്പന്നനായ അർജുനൻ ഉന്നയിച്ച ആ ചോദ്യങ്ങളായിരുന്നു: സമാധിസ്ഥനായ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം എന്താണ്? സ്ഥിതപ്രജ്ഞൻ എങ്ങനെ സംസാരിക്കും? എങ്ങനെ സ്ഥിതി ചെയ്യും? എങ്ങനെ സഞ്ചരിക്കും? എന്നീ ചോദ്യങ്ങളാണ് ചോദിച്ചത്. അതിൽ കൃഷ്ണൻ നൽകിയ ഉത്തരങ്ങളാണ് തുടർന്നു വന്ന 18 ശ്ലോകങ്ങളിലായി നമ്മൾ ചർച്ച ചെയ്തത്. ഈ ഉത്തരങ്ങളിൽ വ്യക്തമാക്കപ്പെട്ട ലക്ഷണങ്ങളോടുകൂടിയുള്ള സ്ഥിതപ്രജ്ഞത്വം കൈവരിച്ചു കഴിഞ്ഞാൽ മമതാബന്ധത്തിന് അതീതമായി ലോകത്തെ നോക്കിക്കാണുവാനും കർമ്മയോഗിയായി ലോകനന്മയ്ക്കായുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ട് ജീവിക്കുവാനും ഒരുവന് കഴിയും. ഇതാണ് കൃഷ്ണൻ ഇതുവരെ പറഞ്ഞതിൻ്റെ ആകത്തുക. അർജുനനെ പോലെ ഗീതാ സന്ദേശം ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിത ധർമ്മയുദ്ധങ്ങളിൽ മടികൂടാതെ പൊരുതി ജയിക്കാനും അങ്ങനെ ശാന്തമായ മനസ്സോടെ പരമാത്മാവിൽ ലയിച്ചു ചേരാൻ നമുക്കും സംഗതിയാകുമെന്നാണ് ക്രാന്തദർശിയായ ഗീതാകാരൻ മനുഷ്യരോട് പറയുന്നത്. ഇതോടുകൂടി നമ്മുടെ ഈ 2ാം അധ്യായ ചർച്ച അവസാനിക്കുകയാണ്. കഴിഞ്ഞ ഓണദിവസമാണ് ഈ പ്രഭാഷണ പരമ്പര തുടങ്ങിയത്. എല്ലാ ഞായറാഴ്ചകളിലും ഇത് ഉണ്ടായിരുന്നു. അങ്ങനെ 25 ഭാഗങ്ങൾ കഴിഞ്ഞു, 2 അധ്യായവും കഴിഞ്ഞു. ഇനി നമ്മൾ 3ാം അധ്യായത്തിലേക്കാണ് കടക്കേണ്ടത്. അതിനു മുമ്പായി ഒരു നല്ല ഇടവേള എടുക്കേണ്ട ആവശ്യം വന്നിരിക്കുകയാണ്. ഞാൻ ഈ പുസ്തകത്തിൻ്റെ ഒരു ഇംഗ്ലീഷ് തർജ്ജിമയും അതുപോലെ തന്നെ മറ്റൊരു പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണ സംബന്ധമായ ജോലികളുമായി നല്ല തിരക്കിലാണ്. അതിനിടയ്ക്കാണ് ഞാൻ 1-2 ദിവസം എടുത്ത് വളരെ കഷ്ടപ്പെട്ട് ഈ വീഡിയോകൾ ഉണ്ടാക്കി അവിടെ അപ്ലോഡ് ചെയ്യാറുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നത് അതിനനുസൃതമായ ഒരു താല്പര്യം പ്രേക്ഷക പക്ഷത്തു നിന്നും ഇതിന് കാണുന്നില്ല. അത് കുറ്റം പറയുന്നില്ല, കാരണം ഈ മാതിരി വിഷയങ്ങൾ വായിക്കാൻ ആളുകൾ മുമ്പോട്ട് വരില്ല. അതിശയകരമായിട്ട് എനിക്ക് തോന്നുന്നത് വളരെ താല്പര്യമുണ്ടെന്നും ഒക്കെ പറയുകയും അങ്ങനെയൊക്കെയുള്ള സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് പോലും ഈ മാതിരി വിഷയങ്ങളിലേക്ക് അടുക്കാനുള്ള ഒരു താല്പര്യം കുറവായിട്ട് കാണുന്നു. അപ്പോൾ ഇതുപോലെ ഒരു പരിപാടിയുടെ ആവശ്യം ജനങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ അതും നമ്മുടെ മറ്റു തിരക്കുകൾക്കിടയിൽ ചെയ്യുമ്പോൾ അതും ഒരു ബുദ്ധിമുട്ടാകുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതുവരെ ചെയ്ത ഈ 1-2 അധ്യായങ്ങൾ, അത് 2ാം അധ്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവത്ഗീതയുടെ സംക്ഷിപ്ത രൂപം തന്നെയാണ്. ഇനി ഇതിൻ്റെ ഒരു വിശദീകരണങ്ങളൊക്കെയാണ് ഇനി വരുന്ന ചാപ്റ്ററുകളിലുള്ളത്. അപ്പോൾ അത് കാരണം ഇതിനെ ആത്മാർത്ഥമായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ 25 ഭാഗങ്ങളിലൂടെ ഞാൻ ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾ പലവട്ടം കേൾക്കുകയും ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റുകളൊക്കെ ആയി ഇട്ടുകൊള്ളൂ. നമുക്ക് ചില ആഴ്ചകൾ കഴിഞ്ഞ് നമുക്ക് വീണ്ടും 3ാം അധ്യായത്തിലേക്ക് കടന്ന് ബാക്കി ഭാഗങ്ങളിലേക്കും പോകാം. ഇപ്പോൾ തൽക്കാലം ഞാനൊരു ഇടവേള എടുക്കുകയാണ്. വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.